ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എലക്ഷന് നിൽക്കുന്ന ആളുടെ പേരെന്താണ്? സ്ഥാനാർത്ഥി എന്നാണ് പേര്. സ്ഥാനത്തിനു വേണ്ടി യാചിച്ചു നടക്കുന്നവൻ. എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ, എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ, എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ. 5 കൊല്ലത്തേക്ക് ഏത് പാർട്ടി ആയാലും, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും. അത് വലിയ കോളുള്ള സംഗതിയൊന്നുമല്ല. അത് വലിയ കോളുള്ള സംഗതിയൊന്നുമല്ല. ഈ ദുനിയാവിൽ അതൊക്കെ വേണം. അതാണ് അങ്ങേയറ്റം എന്ന് വിചാരിച്ചു പോകണ്ട. അതാണ് അങ്ങേയറ്റമെന്ന് വിചാരിച്ചു പോവണ്ട. പേരു തന്നെ സ്ഥാനത്തിന് വേണ്ടി യാചിക്കുന്നവൻ സ്ഥാനാർത്ഥി എന്നാണ്. എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ. അതാണ് തേടി നടക്കുന്നത്, ചോദിച്ചു വാങ്ങുകയാണ്. എന്നെ ഒന്ന് മെമ്പറാക്കണേ, എന്നെ ഒന്ന് പ്രസിഡന്റ് ആക്കണേ. അതും ഒരു യാചനയാണ്. നമ്മൾ വിചാരിച്ചു അത് തന്നെയാണ് എല്ലാം എന്ന്. അല്ല, ഏറ്റവും വലിയ മൂല്യമുള്ള സംഗതി ഏതാണ്? അല്ലാഹുവിനെ അറിയുന്ന അടിമകളെ ലോകം മറക്കൂല. വഗൗസ് കഹേ ഗൈസ് ഹേ ശൈദാ തേരാ, വഗൗസ് കഹേ ഗൈസ് ഹേ ബാലാ തേരാ. ഓസില്ലാതെ നിങ്ങൾ ആണ്ടെന്ന എല്ലാവർക്കും അറിയൂ. റിഫായി ശൈഖിന്റെ ആണ്ടെന്ന, താജുൽ ഉലമന്റെ ആണ്ട് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഓർക്കുകയാണ്. താജുൽ ഉലമയുടെ യോഗ്യത എന്താ? അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്ത ഒരു നല്ല മനുഷ്യൻ, അഹ്ലു ബൈത്തിലെ വലിയ വ്യക്തിയും പണ്ഡിതനും. കോടിക്കണക്കിന് മനുഷ്യന്മാർക്കറിയും, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ഹൃദയത്തിലുണ്ട് താജുൽ ഉലമായി. ആരാ സ്ഥാപിച്ചത്? അല്ലാഹു സ്ഥാപിച്ചു കൊടുത്ത സ്ഥാനമാണ്. അല്ലാഹു സ്ഥാപിച്ചു കൊടുത്ത സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ഒടുങ്ങാത്ത വിലാസത്തിന്റെ ആളുകളാവണം, ഒടുങ്ങണ വിലാസത്തിന്റെ ആളുകളല്ല. ചിലര് വിചാരിക്കും മൂല്യമാർക്കൊന്നും ലോകം തിരിഞ്ഞിട്ടില്ല. ഓർക്ക് രാഷ്ട്രീയമില്ല, ഓർക്ക് പൈസന്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ വലിയ ഇങ്ങനെയൊക്കെയാണ്. ലോകത്തിന്റെ യാഥാർത്ഥ്യം ആലോചിക്കണം. ഇവിടെ എത്ര ദിവസം നമ്മൾ ജീവിക്കാൻ പോണത്? ജീവിതം ഏതു നിമിഷവും എവിടെയും അവസാനിക്കാം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, വലിയൊരു ജീവിതം.